അയ്യപ്പസ്വാമി ഉപയോഗിച്ച ദിവ്യവാൾ ഇന്നും നിലനിൽക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? തന്റെ അമ്മയുടെ വയറുവേദന മാറ്റാൻ വേണ്ടി പുലിപ്പാൽ അന്വേഷിച്ച് കാട്ടിലുള്ള എരുമേലിയിലേക്ക് പോകുന്നു അയ്യപ്പസ്വാമി. അങ്ങനെ അവിടെ എത്തിയപ്പോൾ രാത്രിയായി തുടങ്ങിയിരുന്നു. അതുകൊണ്ട് അന്ന് രാത്രി കാട്ടിൽ തന്നെ താമസിക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു. അപ്പോൾ ആ കാട്ടിൽ ഒരു കുടിലിൽ വിളക്ക് കത്തുന്നത് അദ്ദേഹം കണ്ടു. ആ വീടിനുള്ളിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. ആ മുത്തശ്ശിയോട് ഇന്ന് രാത്രി താൻ അവിടെ തങ്ങട്ടിയെന്ന് അയ്യപ്പസ്വാമി ചോദിച്ചു. മുത്തശ്ശിക്ക് വന്നിരിക്കുന്നത് ഭഗവാനാണെന്ന് അറിയില്ലായിരുന്നു. മുത്തശ്ശിയും ശരി മോനെ, നീ ഇന്ന് രാത്രി ഇവിടെ തന്നെ താമസിക്കൂ എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, ഇവിടെ മഹിഷി എന്ന ഒരു രാക്ഷസി ഉണ്ട്, അവളിൽ നിന്നും സുരക്ഷിതനായിരിക്കണമെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി പുറത്തേക്ക് പോകുന്നു. അന്ന് രാത്രി അയ്യപ്പസ്വാമി ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി മഹിഷി എന്ന രാക്ഷസിയെ തന്റെ വാൾ കൊണ്ട് വധിച്ചു. മഹിഷിയെ വധിച്ച വാൾ കൊണ്ടുവന്ന് അദ്ദേഹം താമസിച്ചിരുന്ന വീടിന് പിന്നിലുള്ള കുളത്തിൽ കഴുകി. അങ്ങനെ ആ കുളം രുദ്രകുളം എന്ന പേരിൽ അറിയപ്പെട്ടു. കഴുകിയ ആ വാൾ അദ്ദേഹം താമസിച്ചിരുന്ന വീടിനുള്ളിൽ വെച്ചിട്ട് അയ്യപ്പസ്വാമി അവിടെ നിന്ന് പോവുകയും ചെയ്തു. അടുത്ത ദിവസം രാവിലെ വീട്ടിൽ തിരിച്ചെത്തിയ മുത്തശ്ശിക്ക് ഈ വിവരങ്ങളെല്ലാം അറിയാൻ കഴിഞ്ഞു. അപ്പോഴാണ് വന്നത് സാക്ഷാൽ അയ്യപ്പസ്വാമിയാണെന്ന് മുത്തശ്ശി തിരിച്ചറിഞ്ഞത്. അന്നു മുതൽ ഇന്നുവരെ ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അയ്യപ്പൻ താമസിച്ചിരുന്ന ആ പുത്തൻ വീട്ടിൽ ഇന്നും അദ്ദേഹത്തിന്റെ വാൾ സംരക്ഷിക്കപ്പെട്ട് പൂജകൾ നടത്തപ്പെട്ടു വരുന്നു. ആ പുത്തൻ വീട് എരുമേലിയിൽ ഇന്നും നിലകൊള്ളുന്നു. ശബരിമല അയ്യപ്പസ്വാമി